ഗുഡ് മോർണിംഗ്. വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ച് വ്യാഴാഴ്ച എണീറ്റ് കഷ്ടപ്പെട്ട് നെയ്ച്ചോറും കറി ഉണ്ടാക്കിയ ഒരു ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡെല്ലാം ഉണ്ടാക്കി ജുമാക്ക് പോകാൻ രാമുവിനെ എണീപ്പിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം അറിഞ്ഞത്. ഇന്ന് പപ്പൻ്റെയും ഉമ്മാൻ്റെയും 30th ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ടൊന്ന് വീട്ടിൽ പോയി അവർക്കൊരു ചെറിയ സർപ്രൈസ് കൊടുത്തു. ഉമ്മാനെ പറ്റിയൊരു നല്ല കാര്യം എവിടെന്ന് ഞാൻ തുടങ്ങും. എൻ്റെ വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇതുവരെ മുമ്പോട്ട് പോയി, ഇനി മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷയുണ്ട്. അപ്പയുടെ ഒരു ക്വാളിറ്റി പറയൂ. എന്താ പറയാ, ഞാൻ അപ്പനെ കുറിച്ച് പറയാൻ അങ്ങനെ ഒരു വാക്കിലൊന്നും പറ്റില്ല. അതിലേക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിൾ എൻ്റെ പേരൻസ് തന്നെയാണ്. മാഷാ അല്ലാഹ്. ഒരു ഗോൾ അടിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിയർ ആവാവോ? റെഡി 1 2 3 സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് മൂവിക്ക് പോകാൻ വേണ്ടി ടീമെല്ലാം എത്തി. ജീവിതത്തിൽ ആദ്യമായി 11 മണിൻ്റെ ഷോയ്ക്ക് നമ്മൾ 10:30 ആയപ്പോൾ മോളിലെത്തി. അങ്ങനെ ടൈം കളയാനുള്ളതുകൊണ്ട് ബോയ്സ് എല്ലാം ഓടിച്ചാടി മസാജ് ചെയർസിലിരുന്നു. നമ്മൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവർ സുഖിക്കുന്ന കണ്ടപ്പോൾ നമ്മളും കയറിയിരുന്നു. കൂട്ടത്തിൽ കാര്യപ്രാപ്തിയുള്ള ഫിദനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അവിടെ എത്തിയപ്പോൾ ആണ് അടുത്ത നഗ്നസത്യം നമ്മൾ അറിയുന്നത്. 5 പേർക്ക് 4 പേരുടെ ടിക്കറ്റേ ചേച്ചി എടുത്തിട്ടുള്ളൂ. ഇതൊന്നും അറിയാണ്ട് കാറും പാർക്ക് ചെയ്ത് കുറേ വെള്ളവും വാങ്ങി വരുന്ന നമ്മുടെ സ്വന്തം ക്രോണിക് ബാച്ചിലർ ഈസ. അങ്ങനെ തിയേറ്ററുകാരുടെ കൈയും കാലും പിടിച്ച് നമ്മുടെ അടുത്തന്നെയുള്ള ഹാൻഡിക്യാപ്ഡ് സീറ്റ് സെറ്റാക്കി കൊടുത്തു. നമ്മൾ ലേറ്റ് നൈറ്റ് മൂവിക്ക് പോകുമ്പോൾ ഡിന്നർ യൂഷ്വലി തിയേറ്ററിൽ തന്നെയാണ് കയറ്റാറ്. ഇതെല്ലാം കഴിഞ്ഞ് 2 മണിയായപ്പോൾ ചാത്യാത്ത് വോക്ക് വേ പോയി കുറ്റിയെടുക്കൽ. അതാണ് നമ്മുടെ അടുത്ത വിനോദം. അവിടെയുള്ള ആൾക്കാരെല്ലാം കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ സന്തുഷ്ടരായി വീടുകളിലേക്ക് മടങ്ങി. ഓക്കെ, ബൈ.